ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ചെമ്മീൻ 1/2 കിലോ ചെമ്മീൻ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇടാനുണ്ട്. പിന്നെ 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് 1 സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, 1 തുടം വെളുത്തുള്ളി ഉണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഈ ചെമ്മീനിലേക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടി ചേരുവ ചേർക്കാനുണ്ട്. ഇത് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണ്, 1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. കുറച്ച് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂണ്, ഓയിൽ. ഇതെല്ലാം പാടെ നമുക്കൊന്ന് ചേർത്തെടുക്കാം. ഇത് നന്നായി ചേർത്തെടുക്കാം. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാനുണ്ട്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം കൂടെ ഉണ്ട് എക്സ്ട്രാ, അത് 2 പാത്രം വെച്ചിട്ടുണ്ട്. അതിലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ ഇതിലേക്ക് ഇത് 500 ഗ്രാമാണ് ചെമ്മീൻ. കുറച്ച് സ്വർഗം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അതല്ലേ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് സവാള, നമ്മൾ ഉണ്ടാക്കി അരിഞ്ഞിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതതിൽ വന്നിട്ടൊന്ന് മൂത്ത് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ ചെമ്മീൻ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് വാടി ഈ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അത്രയും വേണ്ടത്. അത് വാടട്ടെ. ഈ വാട്ടി വെച്ചത് നമുക്ക് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയതാക്കി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറേശ്ശെ ഒന്ന് ഇറക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കരിഞ്ഞുകൊണ്ട് തീ ചെറുതാക്കി വെച്ചാൽ നമുക്ക് അരച്ച് വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അരച്ച് വെക്കാം. അതൊന്ന് പച്ചമണം പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വാട്ടിയിട്ടെടുത്തോണ്ട് അധികം പച്ചമണം പോകാൻ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ മണമൊന്നും ഉണ്ടാവില്ല.
നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് വെക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി വെക്കാം. നന്നായി ഇളക്കി വെക്കണേ. ഇപ്പം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ചേർത്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിൽ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീനായതുകൊണ്ട് കുറച്ച് പുളി നല്ലതാണ്, ഒരു പുളിപ്പ് കിട്ടും. നന്നായി ഇളക്കി ചേർത്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടിക്കൊടുക്കാം. മസാലക്കൊന്ന് ചെമ്മീനുമ്മ പിടിക്കട്ടെ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് ചെമ്മീൻ ഉണ്ടാക്കി വയ്ക്കട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതിട്ട് നമുക്ക്. ഉപ്പ് എപ്പോഴും നോക്കി നോക്കിയിട്ടാൽ മതി. കുറഞ്ഞാൽ കുഴപ്പമില്ല, കൂടിപ്പോയാലാ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ചെമ്മീൻ്റെ രുചിയൊക്കെ ഇതിലേക്ക് ഇറങ്ങി നല്ല മണമുണ്ട്. എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഞാൻ അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ള. ചെറിയ ചെമ്മീനായാലും മതി, വലിയ ചെമ്മീനാണെന്നുള്ളത്. ഇത് ചെറിയ ചെമ്മീനാണ്. നല്ല ചൂടുള്ള ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും കഴിക്കാൻ പറ്റും. ചോറിനും കഴിക്കാൻ പറ്റും. അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.